ഗുഡ് മോർണിംഗ്. റോസയ്ക്ക് എന്താണ് വളം ചേർക്കുന്നത്, അതിൻ്റെ പരിചരണ രീതി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച കമൻസ് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് 8 മാസം പ്രായമുള്ള റോസ ചെടിയാണ്. ഇതിലേക്ക് ഞാൻ നേരിട്ട് ചെടിച്ചട്ടിയിലേക്ക് ഒരിക്കലും റോസക്കമ്പ് നടാറില്ല. കവറിൻ്റെ അകത്ത് മണ്ണ് നിറച്ച അതിൽ നട്ട് അതിലൊന്ന് പിടിച്ച് 1 മാസമൊക്കെ ആകുമ്പോഴത്തേനും ചോടൊക്കെ പിടിച്ച് ഇച്ചിരി ഉഷാറായിട്ടുണ്ടാവും. അതിന് ശേഷമാണ് ഇതുപോലെ ചെടിച്ചട്ടിയിലേക്ക് നടുന്നത്. ഈ ചെടിച്ചട്ടി നടുന്ന സമയത്ത് ഓടിൻ്റെ കഷ്ണങ്ങൾ പൊടിച്ച് അടിയിൽ ആദ്യം ഇടും. അതിന് ശേഷം ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ആക്കി വെച്ചിട്ട് ആ മണ്ണിലേക്കാണ് ഈ കവർ പൊട്ടിച്ച് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. പിന്നെ 1 മാസമൊക്കെ ആകുമ്പോഴത്തേനും 20 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി മിക്സ് ആക്കി പുളിപ്പിച്ചെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പുളിപ്പിച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ മുട്ടത്തോണ്ട് പൊടിച്ചിട്ട് കൊടുക്കും, പിന്നെ ചായപ്പൊടിയുടെ മട്ട് ചേർത്ത് കൊടുക്കും. ഇതാണ് പിന്നെ 15 ദിവസം കൂടുമ്പോൾ എന്ന് പറയുന്നാൽ ചെയ്യുന്നത്. പിന്നെ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് ഇലയ്ക്ക് കേടും മുരടിപ്പും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതെല്ലാം 8 മാസം പ്രായമുള്ള തൈകളാട്ടോ. 4 മാസം പ്രായമായപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. രാസവളമോ അതുപോലെ DAP ഒന്നും നിറച്ച് പൂവുണ്ടാകാനാണെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ ചെടി പോകത്തേ ഉള്ളേ. ഇനി മഴക്കാലം കഴിഞ്ഞ്, അതായത് പെരുമഴ കഴിഞ്ഞ് കഴിയുമ്പോൾ റോസയുടെ കമ്പെല്ലാം ഒന്ന് ഇറക്കി കൊടുക്കണം.